നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അനന്ത വിസ്മയങ്ങൾക്കിടയിൽ മനുഷ്യൻ എപ്പോഴും ഉത്തരം തേടുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ഭൂമിയിൽ മാത്രമല്ലേ ജീവനുള്ളൂ? നമ്മൾ മാത്രമാണോ ഈ പ്രപഞ്ചത്തിൽ ഒറ്റപ്പെട്ടവർ? പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകം ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്നത് നമ്മുടെ തൊട്ടടുത്ത അയൽഗ്രഹമായ ചൊവ്വയിലാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ചൊവ്വയിൽ ജീവൻ്റെ തെളിവുകൾ തേടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങൾ നാസയുടെ ക്യൂരിയോസിറ്റി റോവർ നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയ കണ്ടെത്തലുകളോടെ പുതിയൊരു തലത്തിൽ എത്തിയിരിക്കുകയാണ്. ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ജൈവ തന്മാത്രകളുടെ സാന്നിധ്യം റോവർ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയൊരു ചുവടുവയ്പായിട്ട് കണക്കാക്കാൻ സാധിക്കും. ചൊവ്വയുടെ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള വറ്റിപ്പോയ ഒരു തടാകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് ക്യൂരിയോസിറ്റി 7 വ്യത്യസ്ത ജൈവ സംയുക്തങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 5 എണ്ണം ചൊവ്വയിൽ ആദ്യമായാണ് കണ്ടെത്തുന്നത്. ശാസ്ത്രീയമായ അർത്ഥത്തിൽ ജൈവ തന്മാത്രകൾ എന്നാൽ കാർബൺ അടിസ്ഥാനമാക്കിയിട്ടുള്ള രാസവസ്തുക്കളാണ്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിർമ്മാണത്തിനാവശ്യമായ അടിസ്ഥാന ഘടകങ്ങളാണിവ. എന്നാൽ ഇവയെ കണ്ടെത്തിയെന്ന് കരുതി ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നുവെന്ന് അർത്ഥമാക്കാൻ സാധിക്കില്ല. ഈ ജൈവ സംയുക്തങ്ങൾ പുരാതന കാലത്തെ ജീവൻ്റെ അവശിഷ്ടങ്ങളാണോ, അതോ ഉൽക്കകൾ വഴി ഗ്രഹത്തിൽ എത്തിയതാണോ, അതല്ലെങ്കിൽ ചൊവ്വയിലെ ഭൗമശാസ്ത്രപരമായ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായതാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിലും ചൊവ്വയിൽ ജീവൻ നിലനിന്നിരുന്നു എങ്കിൽ അതിൻ്റെ രാസപരമായ തെളിവുകൾ ഇന്നും അവിടെ അവശേഷിക്കുന്നുണ്ടാകാം എന്ന വലിയൊരു സൂചനയാണ് ഈ കണ്ടെത്തൽ നൽകുന്നത്. നാസയുടെ ക്യൂരിയോസിറ്റി ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിലെ പ്രൊഫസർ ആമി വില്യംസ് ചൂണ്ടിക്കാട്ടുന്നത് പ്രകാരം ഏകദേശം 3.5 ബില്യൺ വർഷങ്ങളായി ചൊവ്വയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ജൈവ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ജീവനാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ ലഭിച്ച വിവരങ്ങൾ മാത്രം പോരാ. ചൊവ്വയുടെ ഉപരിതലം ഇന്ന് അതികഠിനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. രാത്രികാലങ്ങളിൽ താപനില -100 ഡിഗ്രി സെൽഷ്യസിലും താഴെ എത്താറുണ്ട്. അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവായതിനാൽ സൂര്യനിൽ നിന്നുള്ള തീവ്രമായ വികിരണങ്ങൾ നേരിട്ടാണ് ഉപരിതലത്തിൽ പതിക്കുന്നത്. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒഴുകുന്ന വെള്ളവും കട്ടിയുള്ള അന്തരീക്ഷവുമുള്ള ജീവനെ പിന്താങ്ങാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ അന്ന് ചൊവ്വയിലുണ്ടായിരുന്നുവെന്ന് ശാസ്ത്രം ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ കണ്ടെത്തലിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ ആൻഡ്രൂ കോട്സ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചതിന് സമാനമായ സാഹചര്യങ്ങൾ ഒരു കാലത്ത് ചൊവ്വയിലും ഉണ്ടായിരുന്നു. അവിടെ ജീവൻ ഉത്ഭവിക്കുന്നതിന് തടസ്സമായി യാതൊരു കാരണവുമില്ല. ഏകദേശം 3.7 മുതൽ 4.1 ബില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള ജീവന് അനുകൂലമായ ആ പുരാതന കാലഘട്ടത്തിലെ രാസ തെളിവുകൾ ഇന്നും ചൊവ്വയിൽ അവശേഷിക്കുന്നുണ്ടോ എന്നത് കാലങ്ങളായി ശാസ്ത്രലോകത്തെ വേട്ടയാടുന്ന ഒരു ചോദ്യമായിരുന്നു. കഠിനമായ വികിരണങ്ങൾ കാരണം ഇത്തരം ജൈവ പദാർത്ഥങ്ങൾ നശിച്ചു പോയിട്ടുണ്ടാകാം എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഭൂമിക്കടിയിലെ ആഴങ്ങളിൽ ഇത്തരം സങ്കീർണമായ പദാർത്ഥങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയുമെന്ന് തെളിഞ്ഞത് ആവേശകരമായ ഒരു വസ്തുതയാണ്. ക്യൂരിയോസിറ്റി കണ്ടെത്തിയ സംയുക്തങ്ങളിൽ ബെൻസോതിയോഫീൻ പോലെയുള്ള ഗന്ധകമടങ്ങിയ തന്മാത്രകൾ ഉൾപ്പെടുന്നു. ഇവ പലപ്പോഴും ഉൽക്കകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. DNA നിർമ്മാണത്തിന് സഹായിക്കുന്ന തന്മാത്രകളോട് ഘടനാപരമായ സാമ്യമുള്ള നൈട്രജൻ അടങ്ങിയ സംയുക്തങ്ങളുടെ ലക്ഷണങ്ങളും ഇവിടെ കാണാനായിട്ടുണ്ട്. എങ്കിലും ഇത്തരം തന്മാത്രകളെ കണ്ടെത്തിയത് കൊണ്ട് മാത്രം ജീവൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിക്കില്ല. പ്രൊഫസർ ആമി വില്യംസ് വ്യക്തമാക്കുന്നത് പോലെ നമ്മൾ കണ്ടെത്തിയത് DNA നിർമ്മാണത്തിനുള്ള ചുടുകട്ടകൾ മാത്രമാണ്, വീടല്ല. ഇത്തരം തന്മാത്രകൾ ഭൗമശാസ്ത്രപരമായ മാർഗങ്ങളിലൂടെയും സൃഷ്ടിക്കപ്പെടാം. ഭൂമിയിൽ ജീവൻ്റെ ഉത്ഭവം സാധ്യമാക്കിയ അതേ തന്മാത്രകൾ ഉൽക്കകൾ വഴി ചൊവ്വയിലും പതിച്ചിട്ടുണ്ടാകാം എന്നതാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ഈ കണ്ടെത്തൽ ഭാവിയിലുള്ള ചൊവ്വ ദൗത്യങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റോസലിൻ ഫ്രാങ്ക്ലിൻ റോവർ ദൗത്യം 2028 വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ക്യൂരിയോസിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ റോവറിന് ഉപരിതലത്തിൽ നിന്ന് 2 മീറ്റർ വരെ ആഴത്തിൽ തുരന്ന് പരിശോധന നടത്താൻ സാധിക്കും. ഉപരിതലത്തിലെ വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട നിലയിലുള്ള ജൈവ പദാർത്ഥങ്ങളെ കണ്ടെത്തുവാൻ ഈ സംവിധാനം സഹായിക്കും. ഈ തന്മാത്രകൾ എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായി നിർണ്ണയിക്കാനും കൂടുതൽ വ്യക്തമായ പരിശോധനകൾ നടത്താനും ഈ ദൗത്യം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് ലഭിച്ച ഈ രാസതെളിവുകൾ പ്രപഞ്ചത്തിൽ നാം തനിച്ചാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിലെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ്. കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ നടത്തുമ്പോൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരങ്ങൾ ഭൂമിയുടെ അയൽഗ്രഹമായ ചൊവ്വയുടെ മണ്ണിൽ നിന്ന് തന്നെ ചിലപ്പോൾ ലഭിച്ചേക്കാം. വെബ് ഡെസ്ക് തത്വമൈ TV.